രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തിയാണ് ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയാണ് വരുന്നത്. അഷ്ടമി രോഹിണി നാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിന് ധർമ്മപരിപാലനത്തിനായിട്ട് ജനിച്ചു. നമ്മളൊക്കെ വളരെ വിശേഷമായി കൊണ്ടാടുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ത്രേതായുഗത്തിൽ ദേവന്മാരും അസുരന്മാരുമായിട്ട് ഒരു വലിയ ദേവാസുര യുദ്ധം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അസുരന്മാർ ആ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ദ്വാപര യുഗത്തിൽ പൂർവാധിക ശക്തിയോടെ പുനർജനിക്കുകയുണ്ടായി. അപ്പോൾ ഇവരുടെയൊക്കെ ഭാരം സഹിക്കാൻ പറ്റാണ്ടായപ്പം ഭൂമിദേവി വസുന്ധര ആദ്യം തന്നെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇവരുടെ ഭാരം നിമിത്തം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ കംസനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ വരം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് പാലാഴിയിൽ ചെന്നിട്ട് മഹാവിഷ്ണുവിനെ നാരായണ കാണാമെന്നും പറഞ്ഞ് അങ്ങനെ നാരായണ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു. അങ്ങനെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയിട്ട് ജന്മമെടുത്തു, ഭൂമിയിൽ ജന്മമെടുത്തു. ശരിക്കും നമ്മൾ ബാക്കിയുള്ള ഭഗവാന്റെ അവതാരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരാളെ, ശരിക്കും രാമൻ ജനിച്ചപ്പോൾ രാവണനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും നരസിംഹ അവതാരം ഉണ്ടായപ്പോൾ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ, അങ്ങനെ ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകമായി ഇന്നയാളെ എന്നായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ അവതാര സമയത്ത് അങ്ങ് ജനനം മുതൽ എന്താ പറയുക, ബകാസുരൻ, തൃണാവർത്തൻ, കംസൻ, അങ്ങനെ ഖരൻ, അങ്ങനെ ഒരുപാട് അസുരൻ, പൂതന മുതലായ പാല് കുടിക്കുന്ന കാലം മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോ അസുരന്മാരെ ആയിട്ട് ഇങ്ങനെ വധിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭഗവാന് സങ്കടം ഇല്ലേന്ന് ചോദിച്ചാൽ വളരെ സങ്കടമുണ്ട്. ഭഗവാൻ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടെ ഭഗവാന് തൻ്റെ അമ്മാവനെയൊക്കെ വധിച്ചതിൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ശ്രീകൃഷ്ണൻ നമ്മുടെ ധർമ്മപരിപാലനത്തിനായി നമുക്ക് ഒരുപാട് ഭക്തിയുടെ പാഠങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന, ഇത്രയും ബാക്കി എന്താ പറയുക, ശുദ്ധോ അശുദ്ധോ ഒന്നും നോക്കാതെ ഗോപികമാരുടെ ഭക്തിയിൽ അലിഞ്ഞു ചേർന്ന, നമ്മുടെ മനസ്സിൻ്റെ ഭക്തി മാത്രം നോക്കിക്കണ്ട, നമ്മളെ അത്രയും വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന ആ ഭഗവാന്റെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും തന്നെ ആ ദിവസം അഷ്ടമി നാളിൽ വ്രതം എടുക്കുക. രാവിലെ സൂര്യോദയത്തിന് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ സൂര്യോദയമല്ല അരുണോദയ പറയുക, സൂര്യൻ്റെ തേരാളിയായ അരുണനുണരുന്ന സമയം, അതായത് ആ ബ്രാഹ്മ മുഹൂർത്തം തന്നെ ഉണർന്നെഴുന്നേറ്റ് കുളിക്കുക. ആ സമയം കുളിക്കുമ്പോൾ ഉള്ള വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയം നമ്മുടെ കിണറ്റിൽ, നമ്മളൊക്കെ കിണർ വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണ്. ഈ നദിയിലും കിണറിലൊക്കെ ഉള്ള വെള്ളത്തിന് ഗംഗയിലെ പോലത്തെ വെള്ളത്തിൻ്റെ ശുദ്ധതയുണ്ട്, പുണ്യം ഉണ്ടാവുന്ന പറയാം. അപ്പം വ്രതമൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ വെള്ളം നമ്മളെ ശരീരത്തിൽ ഒഴിക്കുന്ന സമയം തന്നെ നമ്മൾ ജപിച്ചുകൊണ്ടേ ഒഴിക്കണം എന്നാണ് പറയുക. നമ്മൾ വ്രതമൊക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓം നമഃ ശിവായാണ്, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ അങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങനെ വ്രതം തുടങ്ങുക. അന്ന് നിർജ്ജലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും വിശേഷമാണ്. അരിയാഹാരമൊക്കെ വർജിക്കുക. പഴം, പാല്, വെള്ളമൊക്കെ കുടിച്ചിട്ട് കഴിച്ചും കുടിച്ചും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ അന്നത്തെ ദിവസം വ്രതം എടുത്തിട്ട് അന്ന് രാത്രി നമ്മൾ 12 മണിയോടെയാണ് ഭഗവാന്റെ ജന്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ 12 മണി വരെ ഉപവാസം തുടരുക. എന്നിട്ട് ആ 12 മണി സമയത്ത് ഭഗവാന് നേദ്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഭഗവാന് പേട ഇഷ്ടം, പിന്നെ പാൽപ്പായസം, വെണ്ണ, കദളിപ്പഴം, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി ഭഗവാനെ നേദിച്ച് ഭഗവാനെ കുളിപ്പിച്ച് ഒരുക്കി പട്ടൊക്കെ ഉടുപ്പിച്ച് പൂവൊക്കെ എന്താ പറയുക മാലയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ ഈ നേദ്യമൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് ഭഗവാൻ 12 മണിക്ക് ഭഗവാനെ ഇതാക്കിയതിന് ശേഷം നമുക്ക് വ്രതം ബ്രേക്ക് ചെയ്യും. അതുവരെ നമ്മൾ ഉറക്കമൊഴിഞ്ഞിങ്ങനെ കാത്തിരിക്കണം. ഭഗവാന്റെ ആ ഒരു വ്രതം നമ്മളങ്ങനെ കാത്തിരിക്കണം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം ഉറങ്ങൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അഷ്ടമി രോഹിണി വ്രതമൊക്കെ എടുക്കാം. ഇത് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അഷ്ടമി രോഹിണി വ്രതം എടുക്കുക, വ്രതം നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം. സത്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അന്നത്തെ ദിവസം ഞാനിങ്ങനെ ഭഗവാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും. ഈ അഷ്ടമി രോഹിണി ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്രതാനുഷ്ഠാനം എന്ന് മാത്രമല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ഉപവാസം എടുക്കുക എന്ന് മാത്രമല്ല, അന്നത്തെ ദിവസം ഒരുപാട്
നമുക്ക് ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വിശേഷ ദിവസമാണെന്നാണ് പറയുന്നത്. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, ഭാഗവതം വായിക്കുക, ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതൊക്കെ തന്നെ ചൊല്ലുക. അതേപോലെ തന്നെ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയജ്ഞൻ, എങ്ങനെ വിദ്യാഗോപാല മന്ത്രം, അങ്ങനെയൊക്കെ ഓരോ മന്ത്രങ്ങൾ 41 ഉരുവിടുന്നതും, അങ്ങനെ ഓരോ നിങ്ങൾക്കറിയുന്ന നിങ്ങൾക്ക് എന്താണോ ഉപദേശം കിട്ടിയത്, അല്ലെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ജപിക്കാൻ വേണ്ടിയിട്ടും ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ വളരെ നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ദിനാശംസകൾ നേരുന്നു. അതിനായി എല്ലാവരും തയ്യാറെടുക്കുക. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ.